ഗുഡ് മോർണിംഗ് സർ. വാട്ട് ഈസ് ദിസ്? ഇഷ്ടിയക്കളത്തിൽ നിന്നാണോ വരുന്നത്? ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ തന്നെയാണോ വന്നത്? അതോ ഫാൻസി ഡ്രസ് കോമ്പറ്റീഷനോ? സോറി, സത്യത്തിൽ സംഭവിച്ചെന്താണെന്ന് വെച്ചാൽ സ്വാഭാവികമായി സകലർക്കും സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു സംഭവമാണ് സാർ. ഒരു മിനിറ്റ്. വെൽ ഡ്രസ്ഡ് ആയിട്ട് ഞാനിങ്ങനെ റോഡിലൂടെ വരികയായിരുന്നു വിത്ത് ഫയൽ. ചീറി പാഞ്ഞെത്തിയ ഒരു പാവം കാറിന് ഒരു കൗതുകം തോന്നി. ചെളിയിൽ കുളിപ്പിച്ച് ദാ എന്നീ കോലത്തിലാക്കി. വകതിരിവില്ലാത്ത ആ പാവം കാരന് അറിയില്ലായിരുന്നു സാർ ഞാനൊരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വരികയാണെന്ന്. പിന്നെ പേഴ്സണാലിറ്റി കീപ്പപ്പ് ചെയ്യാൻ എനിക്ക് പറ്റുമായിരുന്നു. ഉടൻ തന്നെ വീട്ടിൽ പോയി ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് എനിക്ക് ഇവിടെ തിരിച്ചെത്താമായിരുന്നു. പക്ഷേ അപ്പോയിന്റ്മെന്റ് ടൈം കീപ്പ് ചെയ്യാൻ പറ്റില്ല. പറ്റോ? ഇല്ല. സോറി സാർ, ഞാൻ തെറ്റിദ്ധരിച്ചു. ഒരു സ്ഥാപനത്തിന് പേഴ്സണാലിറ്റിക്കൽ വലുതാണ് പങ്ക്ച്വാലിറ്റി എന്ന്. പക്ഷെ ഇപ്പൊ മനസ്സിലായി സാർ, ഇവിടെ പങ്ക്ച്വാലിറ്റിക്കൽ വലുതാണ് പേഴ്സണാലിറ്റി എന്ന്. എന്റെ പങ്ക്ച്വാലിറ്റി പേഴ്സണാലിറ്റിക്ക് വേണ്ടി ഞാൻ പ്രശ്നം വെക്കില്ല സാർ. വേണ്ട സാർ, ഇത്തരം ഒരു സ്ഥാപനത്തിന് എനിക്ക് ജോലി ചെയ്യാൻ താല്പര്യമില്ല. എനിക്ക് ജോലി തരരുത്. എന്നെ നിർബന്ധിക്കരുത് സാർ. പ്ലീസ് വെയിറ്റ്. എനിക്ക് ടൈം ചെയ്യുന്നേ. പ്ലീസ് ഷോ യുവർ സർട്ടിഫിക്കറ്റ്സ്. എന്തിനാ സാർ? താങ്ക് യു. ഓക്കെ, യു ആർ സെലക്ടഡ്. അമ്മേ, ദാ വരുന്നുണ്ട്. ആ വരവ് കണ്ടാലറിയാം അവലക്ഷണം. യോഗം വേണടോ, യോഗം. സ്പോൺസർ ചെയ്ത വകയിൽ 800 രൂപ തൊലഞ്ഞു. സ്വന്തം മക്കൾക്ക് നല്ലൊരു ഡ്രസ് എടുത്തു കൊടുത്തിട്ടില്ല. പുത്തനുടുപ്പ്. വിഷമവും കൊണ്ടാ വരുന്നത്. മതി, ഇനി എല്ലാരും ചേർന്ന് ആ കുട്ടിയെ വേദനിപ്പിക്കണ്ട. ജോലിക്ക് ശ്രമിക്കുന്നതും കിട്ടാത്തതും സാധാരണയല്ലേ? ഇന്റർവ്യൂവിന് പോയിരുന്നു തല്ലും കിട്ടിയോ? ഈ വരവ് കണ്ടപ്പോ തോന്നിയൊരു അവസ്ഥ പറയട്ടെ. അട്ട ചങ്കി കുടുങ്ങിയ മട്ടുണ്ട്. സത്യം, അട്ട ചങ്കി കുടുങ്ങി. എനിക്ക് ജോലി കിട്ടി. 11-ാം തീയതി തിങ്കളാഴ്ച ജോയിൻ ചെയ്യണം. അല്ലെങ്കിൽ പുസ്തകടുപ്പ് ധരിപ്പിച്ച് പറഞ്ഞയച്ച പാടാവില്ലെന്ന് മഹാലക്ഷ്മി ഇപ്പൊ പറഞ്ഞോളൂ അല്ലേ? മക്കളെ, അങ്കിളിന് ജോലി കിട്ടി. പോയി ഷെയ്ക്കാൻ കൊടുക്ക്. എപ്പൊ നോക്കിയാലും കൊടുക്കും മാമനി. വലിയ ലാഭം കിട്ടിയില്ലെങ്കിലും സ്പോൺസർമാർക്ക് മുതൽ നഷ്ടപ്പെടാത്ത ഒരു മാഞ്ചിയം പദ്ധതി അല്ലേ മാഷേ? കഴിഞ്ഞ ആഴ്ചത്തെ ലെറ്ററിലും കൂടി ചേട്ടൻ എഴുതിയതാ. എന്തൊക്കെ കേൾപ്പിച്ചാലും അവനും ഒരു നല്ല കാലം ഉണ്ടാവുമെന്ന്. അമ്മയുടെ പ്രാർത്ഥനയോ ദൈവയുടെ അനുഗ്രഹം എന്തോ കിട്ടിയമ്മേ.